Assalamualaikum. Welcome back to Selva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റ് ആണ്. അതും മൺചട്ടിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റ് ആണ് കഴിക്കാൻ. നമുക്ക് ദോശ, വെള്ളപ്പം, അതുപോലെ റൈസ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റ് എങ്ങനെയാണ് മൺചട്ടിയിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. മൺചട്ടി ആകുമ്പോൾ കടുകൊക്കെ പൊട്ടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ കൂടുതൽ ടേസ്റ്റും നാടൻ വിഭവങ്ങൾക്കൊക്കെ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് മൺചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുന്നത് വരെ. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. എല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മുട്ട റോസ്റ്റിന്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചത്, ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, എല്ലാം കൂടെ മിക്സിയിലൊന്നും ചതക്കരുത്. നമ്മൾ ഇടിമുട്ടിയോ കുത്തറിലോ ഉപയോഗിച്ചിട്ട് വേണം ചതച്ചെടുക്കാൻ. ഇനി നന്നായിട്ട് റോസ് സ്മെല്ലൊക്കെ പോകണം. ഇനി 2 പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് റോസ് സ്മെല്ലൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒരു ബൗള് സവാള അതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സവാള അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോഴാണ് മുട്ട റോസ്റ്റിന് നല്ല ഒരു തിക്ക് ഗ്രേവി ഉണ്ടാവുക. ഇനി ഒരു ടേബിൾ സ്പൂണോളം കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ സവാള നന്നായി വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ ഇതിൽ ഇത്തിരി കുറവാണ്. ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴറ്റി ബ്രൗൺ നിറമായിട്ട് വരും. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സവാള നമുക്ക് പെട്ടെന്ന് വഴറ്റി റെഡിയാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് പിടിക്കുക. ഇനി പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി ഇതുപോലെ അടച്ചു വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിടുക. മൺചട്ടി ആയതുകൊണ്ട് തുറന്ന് ഇടക്കിടക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. വീണ്ടും ഒന്നും കൂടി അടച്ചു വെക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് കണ്ടില്ല, ഇതുപോലെ നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റുമ്പോഴാണ് മുട്ട റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ബൗൾ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത്, ഏകദേശം മീഡിയം സൈസിൽ 2 നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്ക് പെട്ടെന്ന് വഴറ്റി റെഡിയാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇതപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായി ഇതിൽ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടി കുത്തി ഉടച്ച് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അപ്പം എല്ലാം കൂടെ നല്ല തിക്ക് മസാല ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ബൗള് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവർ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണില്ല, അവിടെ ഒരു തിക്ക് മസാല ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓവർ ഗ്രേവി ആയിട്ട് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയം നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് പോരായ്മ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കിട്ടണം. ഇതിലൊഴിച്ചിട്ടുള്ള വെള്ളവും നമ്മുടെ ഗരം മസാലയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നമുക്കൊന്നുകൂടെ ജസ്റ്റ് 2 മിനിറ്റ് ഒന്നും കൂടെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിടാം. ഈ സമയം ഞാൻ ഇവിടെ മുട്ട ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം ബോയിൽ ചെയ്യാൻ.
ഇതാ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഇതാ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിക്കായിട്ട് നല്ല മസാലയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഇനി ഓരോ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ മുട്ടയും അതുപോലെ വരഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ മുട്ടയുടെ മുകൾ ഭാഗത്തൊക്കെ ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. മുട്ട ഇതിലൊന്നും നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മുട്ടയിൽ നമുക്ക് ഈ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അതുപോലെ കുറച്ച് കറിവേപ്പില മുകൾ ഭാഗത്ത് കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് മതി ലോ ഫ്ലെയിമിൽ. അപ്പം നമ്മുടെ മുട്ടയ്ക്കൊക്കെ ഇതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഉൾവശത്തേക്കൊക്കെ നമ്മൾ വരഞ്ഞിട്ടും കൊണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ മുകൾ ഭാഗത്തിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മുട്ട റോസ്റ്റ് റെഡി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതാ നമ്മുടെ മുട്ട റോസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിൻ്റെ അടുപ്പൊക്കെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കിയതും കൊണ്ട് വളരെ ടേസ്റ്റാണ്. ഞാൻ ഇതവിടെ ഇതൊരു സെർവ് ചെയ്യാനുള്ളൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്ത് കാണിച്ചാൽ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇവിടെ സെർവ് ചെയ്യാണ്. ഇതാ ഇതുപോലെ കണ്ടില്ലേ? ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് ഇങ്ങനെയാണ് സെർവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് കഴിക്കാം. ചപ്പാത്തി, വെള്ളപ്പം, ദോശ, അതുപോലെ റൈസ് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. വളരെ ടേസ്റ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ നാടൻ സ്റ്റൈലുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.